മുഅ്മിനുകളെ, അല്ലാഹുവിൻ്റെ അപാരമായ വേണ്ടുകയാൽ അൽഹംദുലില്ലാഹ് പരിശുദ്ധ റമളാൻ ശരീഫിലെ ഏറ്റവും മഹത്വമേറിയ അമൂല്യങ്ങളായ നിമിഷങ്ങളെന്ന് വിശേഷിപ്പിക്കാവുന്ന അവസാന പത്തിലാണ് ഞാനും നിങ്ങളും നിലകൊള്ളുന്നത്. റബ്ബ് തആല ഈ പുണ്യമാസത്തിൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും പാപമോചനത്തിനും നരകമോചനത്തിനും നമ്മെ അർഹരാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ളവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ ഇനി ഇത്ര സുന്ദരമായ അമൂല്യമായ ഒരവസരം കിട്ടിയെന്ന് വരില്ല. നമ്മുടെ ജീവിതത്തിൽ ഇത്രയേറെ അമൂല്യമായ മറ്റൊരു സന്ദർഭമോ സാഹചര്യമോ ഇല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പടച്ചത് പരിശുദ്ധ ഖുർആനിലുണ്ട്, ഇല്ലാ ലിയഅ്ബുദൂൻ എന്നാണ്. അള്ളാഹുവിനെ ആരാധന ചെയ്യാൻ വേണ്ടിയാ. എന്തിനാ അള്ളാഹ് നമ്മളെ പഠിച്ചത്? അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, ഇല്ലാ ലിയഅ്ബുദൂൻ, അള്ളാഹുവിനെ ആരാധന ചെയ്യാൻ വേണ്ടി മാത്രമാണ്. മറ്റൊരായത്തിൽ അള്ളാഹു ചോദിക്കുന്നുണ്ട്, അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസാ, അല്ല മനുഷ്യരെ, അള്ളാഹു നിങ്ങളെ വെറുതെ പടച്ചതാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന്. അത് വല്ലാത്തൊരു ചോദ്യമാണ്. അള്ളാഹ്ക്ക് ഒരു പണിയില്ലാതെ വെറുതെ അങ്ങോട്ട് പടച്ചു വിട്ടൊരു വിഭാഗമാണ് നിങ്ങളെന്ന് വിചാരിക്കുന്നുണ്ടോ? അള്ളാഹിൻ്റെ ചോദ്യം. മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞു, നിങ്ങളെ പടച്ചതിൽ ലക്ഷ്യമുണ്ട്, അത് ഇല്ലാ ലിയഅ്ബുദൂൻ, അള്ളാഹിനെ ആരാധിക്കാൻ വേണ്ടി മാത്രമാണ്. എന്നാൽ മനുഷ്യൻ പൊതുവെ മറവിയുടെ അല്ലെങ്കിൽ മടിയുടെ ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും തന്നെ എന്തിനാണ് പടക്കപ്പെട്ടത് എന്നറിയാതെ ചിലപ്പോൾ അവൻ മൃഗങ്ങളെക്കാൾ അധപ്പതിച്ച നിലയിൽ അവൻ ജീവിച്ചു പോകും. എന്നാൽ തന്നെ എന്തിനാണ് പടച്ചു വെച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് ഓർക്കുവാൻ വേണ്ടി, ചിന്തിക്കുവാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സൂറത്തുൽ ഹശ്റിൽ കാണാം, വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, നാളേക്ക് വേണ്ടി എന്താണ് അവൻ ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് അവൻ ചിന്തിച്ചു കൊള്ളട്ടെ എന്നാണ്. നമ്മുടെ കയ്യിൽ എന്താ നാളേക്കുള്ളത്? നാളേക്ക് നമ്മുടെ കയ്യിൽ എന്തുണ്ട്? നമ്മൾ പലപ്പോഴും പഠിച്ചോനെ നാളെ എന്താവുക എന്ന് കുറിച്ച് പലപ്പോഴും ടെൻഷനായിട്ടുണ്ട്. പക്ഷേ അത് ദുനിയാവിലെ നാളെയായിരുന്നു. ഉറപ്പില്ലാത്ത നാളേക്ക് വേണ്ടി ഒരു പക്ഷേ നമ്മൾ പലതും വാരിക്കൂട്ടും, അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത് കരുതി ഒരുക്കും. പക്ഷേ ആ നാളെ നമ്മളുണ്ടാകുമോ എന്ന് അറിയാത്തൊരവസ്ഥ വരാനുണ്ട്. നമുക്കാർക്കും ഉറപ്പില്ല. എത്രയോ ആളുകൾ എന്തൊക്കെ ഒരുക്കി വെച്ചു, നാളെയാവാമെന്ന് കരുതി. പക്ഷേ ആ നാളെയായപ്പോൾ കരുതി വെച്ചവൻ, തീരുമാനിച്ചവൻ ഇല്ലാതെ പോയി എന്നതൊരു സത്യമാണ്. അപ്പോൾ നമ്മളൊക്കെ ചിന്തിക്കുന്ന നാളെ ദുനിയാവിലെ നാളെയാണ്, ഉറപ്പില്ലാത്ത നാളെ. എന്നാൽ അല്ലാഹു നമ്മോട് പറഞ്ഞത്, നിങ്ങളുടെ യഥാർത്ഥ നാളേക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആ നാളേക്ക് വേണ്ടി പരിശ്രമിക്കാനാണ്, ഇബാദത്ത് ചെയ്യാനാണ് അല്ലാഹു നമ്മെ പഠിച്ചത് എന്ന് ഖുർആനിലുണ്ട്. അപ്പം അതുകൊണ്ട് മുഅ്മിനുകളെ, നമ്മളെപ്പോഴും ഓർക്കണം, അല്ലാഹ് നാളെ എന്ന് പറയുന്ന യഥാർത്ഥ പരലോകത്തിലേക്ക് ഞാൻ കാലെടുത്ത് വെക്കാൻ ഏത് സമയവും അത് സംഭവിച്ചേക്കാം എങ്കിൽ എൻ്റെ കയ്യിൽ എന്തുണ്ട്? നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? പ്രവാസ ജീവിതത്തിലെ വിസയുടെ കാലാവധി കഴിഞ്ഞ് നാട്ടിലേക്ക് മടക്കപ്പെടുന്നവൻ ചിന്തിക്കും, എൻ്റെ കയ്യിൽ എന്തുണ്ട്? പ്രിയമുള്ളവരെ, ഈ ദുനിയാവിലേക്ക് വന്നവൻ ഉറപ്പാണ് തിരിച്ചു പോകണം. പക്ഷെ എന്തുണ്ട് കയ്യിൽ എന്ന് ചിന്തിക്കുവാൻ അല്ലാഹു നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചത് ചിന്തിക്കേണ്ടുന്ന ദിവസങ്ങളിലാണ് നമ്മളുള്ളത്. ഈ സമയത്ത് ചിന്തിച്ചാൽ നമുക്കതിനൊരു പരിഹാരം കാണാം.
ഈ സമയത്തതിനെ കുറിച്ച് ചിന്തിച്ചാൽ നമുക്കതിന് പോംവഴികളുണ്ട്. കരുണക്കടലായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാളെ ഭദ്രമാവാൻ വേണ്ടി, നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയതൊക്കെ വീണ്ടെടുക്കാൻ വേണ്ടിയും നമുക്ക് തന്ന സുന്ദരമായ അവസരമാണ് റമളാനിൽ ജീവിക്കുക എന്നത്. അത് തന്നെ അവസാനത്തെ 10 കേടുപാടുകളില്ലാതെ ആരോഗ്യത്തോടെ ജീവിക്കാൻ ഭാഗ്യം കിട്ടി എന്നത് തന്നെ അല്ലാഹ് തന്ന വലിയൊരു സൗഭാഗ്യമാണ്. അൽഹംദുലില്ലാഹ് പറഞ്ഞേ, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. പടച്ചവനെ, നീ പൊരുത്തപ്പെടും വിധം ഭാവി ജീവിതം ഭദ്രമാക്കാനുള്ള വിധി തരണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആലോചിച്ച് നോക്ക്, നമ്മളിപ്പോൾ നിലകൊള്ളുന്നത്, പ്രിയമുള്ളവരെ, നമുക്ക് നിർണയിക്കാനാവാത്ത, വിലമതിക്കാനാവാത്ത, ചിന്തിച്ചാലറ്റമില്ലാത്ത അമൂല്യമായ നിമിഷങ്ങളിലാണ്. അഥവാ റമളാനു ശരീഫിന്റെ അവസാനത്തെ 10. എത്ര പ്രത്യേകതകളാണ് ഈ ദിവസങ്ങൾക്കുള്ളതെന്നറിയുമോ? ഞാൻ ചിലപ്പോഴൊക്കെ ആലോചിക്കാറുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകരെ കുറിച്ചൊരു ഹദീസ് കാണാം. ഇദാ ദഖലൽ അശ്റുൽ അവാഖിർ, പരിശുദ്ധ റമളാനു ശരീഫിന്റെ അവസാനത്തെ 10 ആയാൽ, അഹ്യൽ ലൈല വഅയ്ഖള അഹ്ലഹു വജദ്ദ വശദ്ദൽ മിഅ്സർ. സുബ്ഹാനല്ലാഹ്. റമളാന്റെ അവസാനത്തെ 10 ആയാൽ മുത്ത് നബി തങ്ങൾ അഹ്യൽ ലൈൽ, രാത്രി ഉറങ്ങാറില്ല, വഅയ്ഖള അഹ്ലഹു, അഹ്ലുകാരെ ഉറക്കാറുമില്ല, വജദ്ദ, കഠിനമായ പരിശ്രമം റമളാന്റെ അവസാനത്തെ 10 ആയാൽ അവിടുന്ന് ചെയ്തിരുന്നു. വശദ്ദൽ മിഅ്സർ, അവിടുത്തെ അരമുണ്ട് മുറുക്കി കൊടുത്തിരുന്നു. അരമുണ്ട് മുറുക്കി കൊടുത്തിട്ട് ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ അതത്രയും ഗൗരവമുള്ളത് കൊണ്ടാണല്ലോ. ഇത് ആരാണ് ഈ കഷ്ടപ്പെടുന്നത്? നാളെ സ്വർഗമുദ്ഘാടനം ചെയ്യുന്ന നേതാവ് മുഹമ്മദ് മുസ്തഫ, ആ മുത്ത് നബി തങ്ങൾ ഇത്രമേൽ കഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മൾ എത്ര കഷ്ടപ്പെടണം? നാളെ സ്വർഗം ചെയ്യുന്ന മുത്ത് നബി ഇത്രമേൽ കഷ്ടപ്പെട്ടുകൊണ്ട് റമളാനിന്റെ അവസാനത്തെ 10 മുഴുവൻ ഉറക്കമൊഴിച്ച് അല്ലാഹുവിന് മുമ്പിൽ സുജൂദിലായി ഇബാദത്തിലായി കഴിച്ചു കൂട്ടിയെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മളൊക്കെ എത്ര കഷ്ടപ്പെടേണ്ടിയിരിക്കുന്നു. നമുക്കാർക്കെങ്കിലും വല്ല മുമ്പിലുണ്ടോ? സുബ്ഹാനല്ലാഹ്. എത്ര വലിയ സങ്കടമാണെന്നറിയുമോ? ഏറ്റവും കൂടുതൽ നമ്മുടെ ആളുകൾ എൻഗേജ്ഡ് ആവുന്നത്, തിരക്കുള്ളവരാകുന്നത്, പർച്ചേസിന് നിയന്ത്രണമില്ലാതെ വീടുകളിൽ നിന്നിറങ്ങുന്നത് അവസാനത്തെ 10ലാണ്. റമളാന്റെ ആദ്യത്തെ 2 10കളും ഇബാദത്ത് ചെയ്ത് അവസാനം കലമിട്ടുടക്കും പോലെ നമ്മുടെ ഉമ്മമാര്, പെങ്ങന്മാര്, സഹോദരിമാര് അങ്ങാടികളിലൂടെ നിരങ്ങുകയാണ്. ഈ പവിത്രമായ അവസാനത്തെ 10ന്റെ വില മനസ്സിലാക്കാത്തവർ, മനസ്സിലായിട്ടും അവഗണിക്കുന്ന നമ്മളാണോ അല്ലാഹുവോട് സ്വർഗം ചോദിക്കുന്നത്? പൊന്നു മുഅ്മിനീങ്ങളെ, നമുക്കെന്ത് അർഹത, നമുക്കെന്ത് യോഗ്യത, നമുക്കെന്ത് യോഗ്യത? നോക്കൂ നിങ്ങൾ, മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനു ശരീഫിന്റെ അവസാന 10 ആയി കഴിഞ്ഞാൽ, അന്നൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഅ്തകിഫു അൽ-അശ്റൽ അവാഖിർ മിൻ റമളാൻ. റമളാന്റെ അവസാനത്തെ 10 മുഴുവൻ മുത്ത് നബി ഇഅ്തികാഫിലാണ്, നമ്മൾ അങ്ങാടിയിലാണ്. നിങ്ങളിപ്പോൾ മഞ്ചേരി ടൗണിലൊക്കെ ഒന്ന് പോയി നോക്കി, കോഴിക്കോട് മഞ്ചേരിയൊക്കെ ഒന്ന് പോയി നോക്കി. ഈ സമയത്തും രാത്രി 12 മണിക്കും ആ മുത്ത് നബിയുടെ ഉമ്മത്തീങ്ങളായ നമ്മുടെ ആളുകൾ അങ്ങാടി തെണ്ടിക്കൊണ്ടിരിക്കുമ്പോ അള്ളാന്റെ റസൂൽ അവസാനത്തെ 10 മുഴുവൻ ഇഅ്തികാഫിലായിരുന്നു.
ആലോചിച്ച് നോക്കിയേ, അള്ളാഹുവിൻ്റെ റസൂലിന് അതിനൊരു ആവശ്യമുണ്ടോ? ഈ ഉമ്മത്തിനെ പഠിപ്പിക്കുകയാണ്, ഉമ്മത്തെ റമളാന്റെ അവസാനത്തെ 10 ജീവിക്കാൻ നിങ്ങൾക്ക് ഭാഗ്യം കിട്ടിയാൽ നിങ്ങൾ തന്നെയാണ് ഭാഗ്യവാന്മാർ. ഉപയോഗപ്പെടുത്തിക്കോ, നഷ്ടപ്പെടുത്തണ്ട. നഷ്ടപ്പെടുത്തിയതൊക്കെ വീണ്ടെടുത്തോ. അത് പഠിപ്പിച്ചു തരികയാണ്. ഇഹ്തികാഫിരുന്നുകൊണ്ട് അരമുണ്ട് മുറുക്കി ഉടുത്തുകൊണ്ട് വലിയൊരു പണി ചെയ്യുമ്പോഴാണ് നമ്മളൊക്കെ അരമുണ്ട് മുറുക്കി ഉടുക്കുക, അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി. അത്രമേൽ ഇബാദത്തിന് മുത്തുനബി തങ്ങൾ സമയം കണ്ടെത്തിയിരുന്നുവെങ്കിൽ എന്തായിരിക്കും ഇതിന് കാരണം? ഇത്രമേൽ മുത്തുനബി തങ്ങൾ ഈ അവസാന 10 ദിവസത്തെ ഉപയോഗപ്പെടുത്തിയെങ്കിൽ അതിൻ്റെ പിന്നിൽ ഉള്ള രഹസ്യമെന്ത്? നോക്കിക്കോളൂ. ഒന്നാമത്തത് തഹറൗ ലൈലത്തുൽ ഖദ്രി ഫിൽ അശ്റിൽ അവാഖിരി മിൻ റമളാൻ. നിങ്ങൾക്ക് ലൈലത്തുൽ ഖദ്ർ വേണോ? അത് അവസാനത്തെ 10 രാവിൽ നിങ്ങൾ പ്രതീക്ഷിച്ചോ. മുത്ത് റസൂലുള്ളാഹ്. എന്താ ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹ്ർ. 1000 മാസത്തേക്കാൾ പുണ്യമുള്ള രാത്രി. എന്തിനാ പടച്ചോൻ അത് തന്നതെന്നറിയോ? ആയുസ് കുറവുള്ള, ഇബാദത്ത് കുറവുള്ള നമ്മളെപ്പോലെയുള്ള പാപികളായ ആളുകൾ തങ്ങളെ പടച്ചതെന്തിനാണെന്നറിയാതെ ഇബാദത്തുകൾ ചെയ്യാതെ ജീവിച്ചവർ, ആ ആളുകൾക്ക് കരുണക്കടലായ റബ്ബ് ഒരവസരം തന്നിരിക്കുന്നു. അവസാനത്തെ 10. അൽഹംദുലില്ലാ പറ. അൽഹംദുലില്ലാ, നമ്മളാണ് ഭാഗ്യവാന്മാർ. 1000 മാസത്തേക്കാൾ പുണ്യമുള്ളൊരു രാത്രി അല്ലാഹ് നമുക്ക് തരികയാണ് ഈ 10. ഒന്ന് പരിശ്രമിച്ചുകൂടെ? മുത്തുനബി ഇതിനു വേണ്ടിയാ 10 ദിവസവും പരിശ്രമിച്ചത്, 10 ദിവസവും ഇഴ്തികാഫിരുന്നത്. നോക്കൂ നിങ്ങൾ, ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ 83 വർഷം, എത്ര? 83 വർഷം. 1000 മാസം എന്ന് പറഞ്ഞാൽ 83 വർഷത്തിലധികം കാലം അല്ലാഹുവിന് വേണ്ടി നിരന്തരമായി ഇബാദത്ത് ചെയ്ത കൂലി. നിരന്തരം, ഒരു തെറ്റും ചെയ്യാതെ, ഒരു കുറ്റമില്ലാതെ, ഒരു കറാഹത്ത് പോലും ഇല്ലാതെ 83 വർഷം സദാ ഇബാദത്ത് ചെയ്ത കൂലിയാണ് ഒരു രാത്രി കൊണ്ട് അല്ലാഹ് നമുക്ക് തരുന്നത്. വാങ്ങിക്കൂടെ? രക്ഷപ്പെട്ടൂടെ? ഇങ്ങനെയൊക്കെ അല്ലാഹ് അവസരം തന്നിട്ട് പിന്നെ നമ്മൾ നരകത്ത് പോവുകയാണെങ്കിൽ അള്ളാഹിനെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? ആലോചിച്ച് നോക്കിയേ, അല്ലേ? ശരിയല്ലേ? ഇങ്ങനെയൊക്കെ നമുക്ക് അവസരം തന്നിട്ട് ആലോചിച്ച് നോക്ക്. ലൈലത്തുൽ ഖദ്റും തന്നു, എന്നാലെങ്കിലും സ്വർഗത്ത് പോ മനുഷ്യാന്നും പറഞ്ഞിട്ട് അല്ലാഹ് നമുക്കതിൽ ആ ലൈലത്തുൽ ഖദ്ർ ഉള്ള അവസാനത്തെ 10 ജീവിക്കാൻ അവസരവും തന്നിട്ട്, എന്നിട്ടും നമ്മൾ നന്നായില്ലെങ്കിൽ, എന്നിട്ടും നമ്മൾ നരകത്തിലേക്ക് പോയെങ്കിൽ ആരെ പഴിക്കാനാണ് നമ്മൾ? നാളെ മഹ്ശറിൽ നമുക്ക് പറയാൻ പറ്റുമോ, പടച്ചോനെ നീ എന്നോട് ക്രൂരത കാണിച്ചു എന്ന്? അല്ലാഹ് പറയില്ലേ, ഞാൻ നിനക്ക് എത്ര അവസരം തന്ന്, എത്ര റമളാൻ തന്നു, എത്ര അവസാന 10 തന്നു, ആരോഗ്യം തന്നു, ചുറുചുറുക്ക് തന്നു, ബുദ്ധിയും ബോധമൊക്കെ തന്നു, ലൈലത്തുൽ ഖദ്റും തന്നു, എന്നിട്ടെന്തേ നീ രക്ഷപ്പെടാതിരുന്നതെന്ന് ചോദിച്ചാൽ എന്താ മറുപടി ഉള്ളത്? ചിന്തിക്കണം മുഅ്മിനേ. ലൈലത്തുൽ ഖദ്ർ അതുപോലെ തന്നെ അവസാന 10 മറ്റൊരു പ്രത്യേകതയാണ് ഉത്ഖും മിനന്നാർ. അവസാനത്തെ 10 അല്ലാഹു ഏറ്റവും കൂടുതൽ നരകത്തിനർഹരായ ആളുകളെ മോചിപ്പിക്കുന്നത്. പടച്ചവനോട് കണ്ണ് നിറഞ്ഞ് കൈനീട്ടി ചോദിച്ചാൽ, പടച്ചവരെ നരകം ലഭിക്കാവുന്ന പലതും പറ്റിപ്പോയി, മാപ്പ് തന്ന് മോചനം തരണേ അല്ലാ എന്ന് ചോദിച്ചാൽ അല്ലാഹു മോചനം തരും, ഉറപ്പാണ്. പക്ഷേ ചോദിക്കാൻ നമുക്ക് സമയമില്ല, നേരമില്ല, താല്പര്യമില്ല. ആർക്കോ വേണ്ടിയാ ചോദ്യം? റമളാന്റെ അവസാനത്തെ 10 നമ്മൾ കൂടുതലായി തേടേണ്ടുന്ന തേട്ടം അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ. എന്താണ് അതിൻ്റെ അർത്ഥം? പടച്ചവനെ എന്നെ നീ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ.
എത്ര ഗൗരവമുള്ള ദുആയാണ്. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, മസ്തജാറ അബ്ദും മിനന്നാരി സബ്അ മർറാത്ത്, ഒരാൾ 7 തവണ അല്ലാഹുവിനോട് നരകമോചനം തേടിയാൽ ഇല്ലാ ഖാലത്തിന്നാർ, നരകം റബ്ബിനോട് പറയും, യാ റബ്ബ് ഇന്ന അബ്ദക ഫുലാന ഇസ്തജാറ മിന്നീ, പഠിച്ചവനെ നിന്റെ അടിമയായ ഇന്ന മനുഷ്യൻ എന്നോട് എന്നിൽ നിന്ന് കാവൽ തേടുന്നു റബ്ബേ, അയാളെ നീ മോചിപ്പിക്കണേ, നരകത്തിൽ നിന്ന് കാക്കണേ എന്ന് നരകം നമുക്ക് വേണ്ടി റബ്ബിനോട് പറയുമെന്ന് മുസ്തഫായ നബി മുഹമ്മദ് മുസ്തഫ. പ്രിയമുള്ളവരെ, സ്വർഗം കൊണ്ട് മുത്തുനബിയുടെ നാവിനാൽ ഉറപ്പ് കിട്ടിയ മഹാനായ ഉമർ തങ്ങള് കരഞ്ഞിരിക്കുമ്പോൾ ചോദിച്ചു, ഉമർ തങ്ങളെ എന്തിനാ കരയുന്നത്? ഉമർ തങ്ങള് പറഞ്ഞു, നാളെ മഹ്ശർ വൻ സഭയിൽ വെച്ചുകൊണ്ട് അല്ലാഹു എല്ലാവരെയും വിചാരണ നടത്തിയിട്ട് എല്ലാരോടും പറഞ്ഞു സ്വർഗത്തിലേക്ക് പൊയ്ക്കോ എന്ന് എന്നോട് പറയാണു. നീ നരകത്തിലേക്ക് പോ എന്നെങ്ങാനും അല്ല എന്നോട് പറയുമോ എന്ന് പേടിച്ച് സ്വർഗം ഉറപ്പ് കിട്ടിയ ഉമർ തങ്ങൾ കരയാറുണ്ടെങ്കിൽ നമുക്കെന്തോന്നുറപ്പാ കിട്ടിയത്? നമുക്കൊരു കുലുക്കമില്ല, നമുക്കൊരു ഇളക്കമില്ല, നമുക്കൊരു പേടിയില്ല, നമുക്കൊരു പരിഭ്രമമില്ല. സുബ്ഹാനല്ലാഹ്, സ്വർഗം കയ്യിലുള്ളവരുടേത് പോലെയുള്ള ധാർഷ്ട്യമായെന്ന് നമ്മുടെ ആളുകൾക്ക്. എൻ്റെ പൊന്നു മുഅ്മിനീങ്ങളെ, അല്ലാഹുവോട് കരഞ്ഞു തേടിക്കോ. മുത്തുനബി പറഞ്ഞിട്ടുണ്ട്, ലാ യലിജുന്നാറ ലാ യലിജുന്നാറ മൻ ബകാ മിൻ ഖശിയത്തില്ലാഹ്, അല്ലാഹുവിന്റെ നരകത്തെ കുറിച്ച് ഓർത്ത് കരഞ്ഞവരുണ്ടോ അവരെ നരകം സ്പർശിക്കില്ല എന്ന് മുത്ത് റസൂലുള്ളാഹി. അല്ലാഹുവോട് കരയണം. ഈ അവസാനത്തെ 10 നമ്മുടെ കണ്ണ് നിറയണം നരകത്തെ കുറിച്ച് പേടിച്ച്. ഒന്ന് കരയാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ കാര്യം കഷ്ടാണ്. നിലവിളിക്കും, നമ്മളൊക്കെ ആർത്ത് വിളിക്കും, കരയും. വമാ ദുആഉൽ കാഫിരീന ഇല്ലാ ഫീ ളലാൽ, നരകം കാണുമ്പോ അതിലറിയപ്പെടുമ്പോ പൊട്ടി പൊട്ടി കരഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ് നമ്മൾ അലറിക്കരയുന്ന ഒരു രംഗം വരാനുണ്ട്. പരിശുദ്ധ ഖുർആൻ അത് പഠിപ്പിക്കുന്നുണ്ട്. അതിന്റെ മുമ്പ് കരഞ്ഞോ, അവിടുന്ന് കരഞ്ഞിട്ടൊരു കാര്യമില്ല, അവിടുന്ന് കരഞ്ഞിട്ടൊരു കാര്യമല്ല. കാര്യം വേണോ? ഇവിടെ കരയണം. അല്ലാഹുവേ, നരക അദാബിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. നരകം ലഭിക്കാവുന്ന പലതും ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്, ചെയ്തു പോയിട്ടുണ്ട്. മഹ്മദ് മോചനം തരണേ അല്ലാഹ്. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ, اللهم اعتقني من النار، اللهم اعتقني من النار. അല്ലാഹ് നമുക്ക് നരകമോചനം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നോക്കണേ, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പലപ്പോഴും കരയാറുണ്ട് പോലും. ചോദിച്ചു, എന്തിനാ ജിബ്രീലേ കരയുന്നത്? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞ മറുപടി, സുബ്ഹാനല്ലാഹ്, എനിക്ക് നരകം പേടിയാണ്, എനിക്ക് നരകം പേടിയാണ്. കാരണം ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആളാ ഇബ്ലീസ്. ആ ഇബ്ലീസിനെ അല്ലാഹ് നരകത്തിന്റെ വിറകാക്കിയെങ്കിൽ നാളെ എന്നെയും അങ്ങനെയാക്കുമോ എന്ന പേടി കാരണം സമാധാനമില്ലെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞ് കരയാറുണ്ടായിരുന്നെങ്കിൽ ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുമറൂൻ. അവർ അല്ലാഹുവിനെതിരെ ചെയ്യാത്ത, അല്ലാഹ് പറഞ്ഞത് മാത്രം ചെയ്യുന്നവരാ. അവർ പോലും പേടിച്ചെങ്കിൽ അല്ലാഹ് പറഞ്ഞത് പലതും ചെയ്യാത്ത, ചെയ്യരുതേന്ന് പറഞ്ഞ പലതും ചെയ്തു കൂട്ടുന്ന നമ്മുടെ അവസ്ഥയെന്ത്? എപ്പോഴെങ്കിലും ആ ഒരു പേടി നമുക്ക് ആർക്കെങ്കിലും ഉണ്ടോ? എപ്പോഴെങ്കിലും നമ്മൾ ആരെങ്കിലും അത് ചിന്തിച്ചിട്ടുണ്ടോ? അല്ലാഹ് പുറത്തു തരട്ടെ, അല്ലാഹ് പുറത്തു തരട്ടെ.
ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ അവസാനത്തെ 10ലാണ് അല്ലാഹുവിന്റെ മലക്കുകൾ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ നേതൃത്വത്തിൽ ഇറങ്ങി വരുമെന്നും അങ്ങനെ ഇറങ്ങി വന്ന് നമ്മുടെ കൈ പിടിച്ച് മുസാഫഹത്ത് ചെയ്യുമെന്നും മുത്ത് റസൂലുള്ളാഹ്. അത് വല്ലാത്തൊരു ഭാഗ്യാണ്. അല്ലാഹു അത് തരട്ടെ. ഖുർആൻ ഇറക്കപ്പെട്ടതും അവസാനത്തെ 10ലാണ്. ഖുർആൻ ഇറക്കപ്പെട്ടതും അവസാനത്തെ 10ലാണ്. ഇനി കേൾക്കണോ ഒരൊറ്റ കാര്യം കൂടി. ഇന്നമൽ അഅമാലു ബിൽ ഖവാതീം. ഏതൊരു കർമ്മത്തിന്റെയും അന്ത്യം നോക്കിയാണത് സ്വീകരിക്കുക എന്ന് മുത്ത് റസൂലുള്ളാഹ്. ഒരിക്കൽ സഹാബത്ത് മുത്തുനബിയോട് വന്നൊരാളെ കാര്യം പറഞ്ഞു. ഒരു യുദ്ധക്കളമാണ് രംഗം. ആ യുദ്ധക്കളത്തിൽ മുസ്ലിം പക്ഷത്ത് നിന്ന് ശത്രുക്കൾക്ക് നേരെ ചീറി അടുക്കുന്ന ഒരു പോരാളിയെ സഹാബത്ത് കാണുകയാണ്. ശത്രുപാളയത്തിൽ വലിയ നാശം വിതച്ചുകൊണ്ട് മുന്നേറുന്ന ധീരനായൊരു സഹാബാക്കള് പരസ്പരം പറഞ്ഞു, എന്ത് നല്ലൊരു ധീരനാണ് ഇയാള്, നമുക്ക് മുതൽക്കൂട്ടാണ്. മുത്തുനബിയോട് സന്തോഷം പറയാൻ ചെന്നു. നബിയെ, നമ്മുടെ കൂട്ടത്തിൽ ഒരു പോരാളി, അയാൾ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ശത്രുക്കളെ വകവരുത്തി മുന്നേറുകയാണ് നബിയേ. വല്ലാത്തൊരു മനുഷ്യനെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സഹാബ, അയാള് നരകത്തിലാണ്. സുബ്ഹാനല്ലാഹ്. മുസ്ലിം പക്ഷത്ത് നിന്ന് യുദ്ധം ചെയ്ത് ഒരുപാട് ശത്രുക്കൾക്ക് നാശം വരുത്തിയ ഒരു പോരാളിയെ കുറിച്ച് മുത്തുനബി പറഞ്ഞു നരകത്തിലാണെന്ന്. സഹാബാക്കൾ അയാളെ നിരീക്ഷിച്ചു. യുദ്ധക്കളത്തിൽ മാറി നിന്നുകൊണ്ട് ചില സഹാബാക്കൾ ആ മനുഷ്യനെ തന്നെ നിരീക്ഷിച്ചു. ഇത്രയേറെ മുസ്ലിം പക്ഷത്തിന് ഗുണമുള്ള ആൾ എന്താണ് നരകത്തിലേക്ക് പോകാൻ കാരണം? അപ്പോഴാണ് പെട്ടെന്ന് അയാളുടെ ശരീരത്തിലേക്ക് ശത്രുവിൽ നിന്ന് വലിയൊരു വെട്ടേറ്റു. ശക്തമായ മുറിവ് പറ്റിയതോടുകൂടി ആ മനുഷ്യന്റെ പോരാട്ട വീര്യവും ധൈര്യവും ചോർന്നുപോയി എന്ന് മാത്രമല്ല, വേദന സഹിക്കവയ്യാതെ തന്റെ വാള് ആ മണലിൽ കുത്തി നിർത്തിയിട്ട് അതിന്റെ മുകളിൽ കിടന്ന് ഈ മനുഷ്യനങ്ങ് ആത്മഹത്യ ചെയ്തു. സുബ്ഹാനല്ലാഹ്. ഈമാനങ്ങ് ചോർന്നു പോയി. ഇത് കണ്ട സഹാബത്ത് മുത്തുനബിന്റെ അരികിലേക്ക് ഓടിച്ചെന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങ് പറഞ്ഞത് സത്യമായി പുലർന്നിരിക്കുന്നു. അയാൾ ആത്മഹത്യ ചെയ്തു നബിയേ. അപ്പോഴാ മുത്തുനബി പറഞ്ഞത്, ഇന്നൽ അബ്ദ ലയഅമലു അമല അഹ്ലിന്നാർ. ചില ആളുകൾ നരകക്കാരുടെ പണിയാ ചെയ്യുക. അങ്ങനെ കണ്ടാൽ തോന്നും അയാൾ നരകത്തിലേക്ക് പോകുമെന്ന്. പക്ഷേ അവസാനം വഇന്നഹു മിൻ അഹ്ലിൽ ജന്ന. അവസാനത്തിൽ അയാൾ നന്നാകും, അങ്ങനെ സ്വർഗത്തിലേക്ക് പോകും. എന്നാൽ ചില ആളുകൾ സ്വർഗക്കാരുടെ പണി ചെയ്യും, അവസാനം വെച്ച് കാഫിറായി ചത്തുപോകും, ഈമാൻ ചോർന്നു പോകും. അങ്ങനെ അയാൾ നരകത്തിലേക്കും പോകും. അതുകൊണ്ടൊരാളുടെ അവസ്ഥ കണ്ട് നമ്മളാരും വിധി പറയണ്ട. ഇന്നമൽ അഅമാലു ബിൽ ഖവാതീം. അന്ത്യം നോക്കിയാണ് അതിന്റെ വിധി നിർണയിക്കുക എന്ന് മുത്ത് റസൂലുള്ളാഹ്. മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ റമളാൻ വിജയിക്കണോ പരാജയപ്പെടണോ എന്ന് തീരുമാനിക്കുന്നത് ഈ ദിവസങ്ങളിലാണ്. ആദ്യത്തെ 10ന്റെ ആവേശം കളഞ്ഞവർ തിരിച്ചു വന്നില്ലെങ്കിൽ ആദ്യത്തതും രണ്ടാമത്തതും പോയി, മൂന്നാമത്തത് കൊണ്ട് ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ, ഈ അവസാന ദിവസങ്ങളിൽ ഇബാദത്തിലേക്ക് തിരിച്ചു വന്നില്ലെങ്കിൽ, ഈ പവിത്രമാക്കപ്പെട്ട 10 ദിവസത്തെ നെഞ്ചിലേറ്റിയില്ലെങ്കിൽ ഉറപ്പിച്ചോ, അവന്റെ ആ കർമ്മങ്ങളൊക്കെ വിഫലമാകും. ഇന്നമൽ അഅമാലു ബിൽ ഖവാതീം. അന്ത്യം നോക്കിയാണ്, അവസാനം നോക്കിയാണ് കർമ്മങ്ങളുടെ വിധി നിർണയിക്കുക എന്ന് മുത്ത് റസൂലുള്ളാഹ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ ഉള്ള ദിവസങ്ങളൊക്കെ പരമാവധി ഇബാദത്തിൽ മുഴുകുക. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുത്തിക്കാഫിരുന്നെങ്കിൽ നമ്മൾ കഴിയുന്നത്ര വെറുതെ റോട്ടിലോ മറ്റൊക്കെ ഇരുന്ന് സമയം കളയാതെ ഉള്ള സമയം വേഗം വരിക, പള്ളിയിൽ കയറി വരിക, എഴുത്തിക്കാഫോടുകൂടി ഞാനിവിടെ ഇരിക്കുന്നു എന്ന് കരുതി ഇരിക്കേ, കിടക്കേ, നടക്കേ, ഓതേ, എന്താ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ചെയ്യാം. വർത്താനം മാത്രം ഒഴിവാക്കുക, മൊബൈൽ കളി ഒഴിവാക്കുക.
എന്നാൽ അത് വലിയൊരു ഇബാദത്താണ്. മുത്തുനബി ചെയ്ത ആ ഇഅ്തികാഫ് നമുക്ക് കിട്ടും. അതോടൊപ്പം നിസ്കാരമോ മറ്റു ഇബാദത്തുകളൊക്കെ ചെയ്യുക, ദിക്റൊക്കെ ചൊല്ലുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് 2 ഇബാദത്തായി മാറും. നോമ്പും കൂടി ഉള്ളത് കൊണ്ട് 3 ഇബാദത്തായി മാറും. മാഷാ അല്ലാഹ്, ഉപയോഗപ്പെടുത്തുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ പലർക്കും വേണ്ടി ഉറക്കൊഴിച്ചു, പലർക്കും വേണ്ടി ഓടി, നമുക്കും വേണ്ടി നമ്മൾ ജീവിക്കാൻ മറന്നവരാണ്. നമുക്കും വേണ്ടി ഒന്നുമില്ല കയ്യിൽ, മെഴുകുതിരികളാണ് നമ്മളൊക്കെ. മറ്റുള്ളവർക്ക് വേണ്ടി കത്തി വെളിച്ചമായി സ്വയം ഉരുകിത്തീർന്ന നമ്മൾ നമ്മുടെ പരലോകം രക്ഷപ്പെടുത്താൻ വേണ്ടി ഉള്ള അവസരം ഉപയോഗപ്പെടുത്തുക. ധാരാളമായി ഈ ദിവസങ്ങളിൽ അള്ളാഹുവിനോട് തേടേണ്ടത് അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അത് വല്ലാത്തൊരു പ്രാർത്ഥനയാണ്. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് നാളെ ചർച്ച ചെയ്യാം. സമയേറെ വൈകി. ഒന്ന് ചൊല്ലി എല്ലാവരും, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ചില അല്ലാഹുമ്മ ഇന്നക കുറച്ചൊരു കുറേ ഫൂഡ് കേൾക്കുക. അങ്ങനെയല്ല, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. എന്താ അർത്ഥം? അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നക അഫുവുൻ, നീ മാപ്പ് ചെയ്യുന്നവനാണ്, നീ മാപ്പ് ചെയ്യുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, നീ മാപ്പിനെ ഇഷ്ടപ്പെടുന്ന ആളുമാണ്. അതുകൊണ്ട് ഫഅഫു അന്നി, എനിക്ക് നീ മാപ്പ് തരണമേ. ഉണ്ടോ? ഈ പൊറുക്കലിനേക്കാളും പദവിയാണ് അല്ലെങ്കിൽ ആവശ്യമാണ് മാപ്പ്. മനസ്സിലായില്ല? നമ്മൾ പൊറുക്കലിനെ തേടിയില്ലേ 10 ദിവസം, അതിനേക്കാളും ആവശ്യം ഏതാണ്? മാപ്പാണ്. ഇൻഷാ അല്ലാഹ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നാളെ പങ്കുവെക്കാം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ, നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരട്ടെ. കരുണക്കടലായ റബ്ബേ, ഞങ്ങൾ സാധുക്കളാണ്, ദുർബലരാണ്, നിസ്സഹായരാണ്. ഞങ്ങളെ കൈവെടിയല്ലേ അല്ലാ, ഞങ്ങളോട് മുഖം തിരിക്കല്ലേ അല്ലാ. നീ കൽപ്പിച്ച പല ഇബാദത്തുകളും ഞങ്ങൾക്ക് നഷ്ടമായി. നീ അരുതെന്ന് പറഞ്ഞ പലതും ഞങ്ങൾ ചെയ്തു പോയി. മാപ്പ് തരണേ അല്ലാ, മോചനം തരണേ അല്ലാ, നരകത്തിന്ന് സലാമത്താക്കി റബ്ബേ, സ്വർഗത്തിലൊരിടം തരണേ അല്ലാ. അർഹതയില്ലെങ്കിലും നീ വലിയ ഉദാരനാണല്ലോ റബ്ബേ. സാധുക്കളായ ഞങ്ങളെയും ഞങ്ങളുടെ അഹ്ലുകാരെയും സ്വർഗത്തിൻ്റെ അഹ്ലുകാരാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ ദുആകളൊക്കെ ഖബൂലാക്ക് റബ്ബേ. ലൈലത്തുൽ ഖദ്ർ തന്ന് സഹായിക്ക് റബ്ബേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.